കോഴിക്കോട് താമരശ്ശേരി താലൂക്ക് ആശുപത്രിയിൽ ഡോക്ടർക്ക് വെട്ടേറ്റ സംഭവത്തിൽ ഡിഎംഒയുടെ റിപ്പോർട്ട് ഇന്ന് വന്നേക്കും. ആശുപത്രിയിൽ ഇന്നും OP വിഭാഗം പ്രവർത്തിക്കില്ല. കാഷ്വാലിറ്റിയിൽ അതീവ ഗുരുതരാവസ്ഥയിലുള്ളവർക്ക് മാത്രമായിരിക്കും ചികിത്സ നൽകുക. രാഹുൽ KV ആണ് ഈ വാർത്തയുടെ വിവരങ്ങളുമായി നമ്മളോടൊപ്പം ചേരുന്നത്. രാഹുൽ, ഗുഡ് മോർണിംഗ്. അപ്പോൾ താലൂക്ക് ആശുപത്രിയിൽ ഇന്ന് OP പ്രവർത്തിക്കില്ല. കഴിഞ്ഞ ദിവസം ആകെ മൊത്തത്തിൽ പ്രശ്നമായിരുന്നു. രോഗികൾ എത്രത്തോളം വലഞ്ഞിട്ടുണ്ട് എന്ന് നമ്മൾ കണ്ടതാണ്. അപ്പോൾ അതിന്റെ ഒരു അറിയിപ്പ് ജനങ്ങൾക്ക് കൊടുത്തിരിക്കുന്നത് എങ്ങനെയാണ്? അവരെന്തെല്ലാം അറിഞ്ഞിട്ടുണ്ടോ? ഒപ്പം തന്നെ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് എങ്ങനെയാണ് ഓരോ നടപടികളും മുന്നിലേക്ക് പോകുന്നത്? ഡോക്ടറുടെ ആരോഗ്യനില ഇപ്പോൾ എങ്ങനെയുണ്ട്? പൂജ, ഗുഡ് മോർണിംഗ്. താമരശ്ശേരി താലൂക്ക് ആശുപത്രിയിൽ ഡോക്ടറെ വെട്ടിപ്പരിക്കേൽപ്പിച്ച സംഭവം ഒരിക്കലും നീതീകരിക്കാനോ ന്യായീകരിക്കാനോ കഴിയുന്ന ഒന്നല്ല. പക്ഷേ ഡോക്ടർമാർ താലൂക്ക് ആശുപത്രിയിൽ സമരം തുടരുന്നത് സാധാരണക്കാരായ ജനങ്ങളെ, രോഗികളെ ഏറെ വലയ്ക്കുകയും ചെയ്യുന്നുണ്ട്. ഇന്നലെയാണ് ജില്ലയിൽ പ്രതിഷേധം ആരംഭിച്ചത്. മറ്റു സർക്കാർ ആശുപത്രികളിലെ പ്രതിഷേധം ഇന്നലെയോടുകൂടി തന്നെ ഡോക്ടർമാർ അവസാനിപ്പിക്കുകയും ചെയ്തിട്ടുണ്ട്. പക്ഷേ താമരശ്ശേരി താലൂക്ക് ആശുപത്രിയിൽ സംഭവമുണ്ടായ ആശുപത്രിയിലെ ഡോക്ടർമാർ പ്രതിഷേധം തുടരുന്നു. OP ബഹിഷ്കരണമാണ് ഇന്നും. ഗുരുതരാവസ്ഥയിൽ കാഷ്വാലിറ്റിയിലേക്ക് എത്തുന്ന രോഗികളെ മാത്രമേ ചികിത്സിക്കുകയുള്ളൂ എന്ന നിലപാടിലാണ്. മലയോര മേഖലയിലുള്ള ഒരു ആശുപത്രിയാണ്. ആ മേഖലയുടെ ആശ്രയ കേന്ദ്രമാണ്. എപ്പോഴും നല്ല തിരക്കുണ്ടാകുന്ന ആശുപത്രിയാണ്. അപ്പോൾ ആളുകൾക്ക് തൊട്ടടുത്ത, അതായത് കിലോമീറ്ററുകൾ സഞ്ചരിച്ച് കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ അല്ലെങ്കിൽ മറ്റു ആശുപത്രി, ബാലുശ്ശേരി താലൂക്ക് ആശുപത്രി, അതുമല്ലെങ്കിൽ കോഴിക്കോട് ബീച്ച് ജനറൽ ആശുപത്രിയിലേക്കൊക്കെ വരേണ്ട ഒരവസ്ഥയാണ് നിലവിലുള്ളത്. അതുകൊണ്ട് ജനങ്ങൾക്ക് വലിയ ബുദ്ധിമുട്ടുണ്ട്. ഡോക്ടർമാരുടെ പ്രതിഷേധത്തെ അത് ഇങ്ങനെ തള്ളിക്കളയാൻ കഴിയുകയില്ലതാനും. ഒപ്പം തന്നെയാണ് DMO ഇത് സംബന്ധിച്ച് അന്വേഷണം നടത്തിയുള്ള റിപ്പോർട്ട് ഹൈക്കോടതിയിലും ആരോഗ്യവകുപ്പ് ഡയറക്ടർക്കുമാണ് നൽകേണ്ടത്. സംഭവ സമയം അവിടെ ഉണ്ടായിരുന്ന ഉദ്യോഗസ്ഥരുടെയും ജീവനക്കാരുടെയും ഒക്കെ മൊഴി നേരത്തെ തന്നെ DMO രേഖപ്പെടുത്തിയിരുന്നു. അപ്പോൾ ആശുപത്രിയിലെ സുരക്ഷാ വീഴ്ചകൾ, ന്യൂനതകൾ എന്തൊക്കെയാണ് എന്നതടക്കം പരിശോധിച്ച് റിപ്പോർട്ട് നൽകാനാണ് ആരോഗ്യ വകുപ്പ് DMOയോട് ആവശ്യപ്പെട്ടിരുന്നത്. ആ സംബന്ധിച്ച റിപ്പോർട്ട് ഇന്നുണ്ടാകും എന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. അപ്പോൾ ഡോക്ടർ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിൽ തുടരുകയാണ്. ആരോഗ്യനിലയിൽ കാര്യമായ പുരോഗതി ഉണ്ട് എന്നാണ് ചികിത്സിക്കുന്ന ഡോക്ടർമാർ അറിയിക്കുന്നത്. പ്രതി സനൂപിനെ ഇന്നലെ തന്നെ പോലീസ് കോടതിയിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്യുകയും ചെയ്തിട്ടുണ്ട്. ഒപ്പം തന്നെയാണ് ഇന്നലെ ഉച്ചയോടുകൂടി മാതൃഭൂമി ന്യൂസിലൂടെയാണ് ഈ ആക്രമണത്തിന്റെ CCTV ദൃശ്യങ്ങളും പുറം ലോകം കണ്ടത്. കൃത്യമായ ആസൂത്രണം നടത്തിയാണ് ആക്രമണം ഉണ്ടായതെന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല. 2 മക്കളെയും കൂട്ടി കയ്യിലൊരു ബാഗുമായാണ് പ്രതിയായ സനൂപ് ആശുപത്രിയിലേക്ക് വന്നത്. ഈ കയ്യിലുണ്ടായിരുന്ന ബാഗിൽ വെട്ടുകത്തി വെക്കുകയും ആശുപത്രിയിലേക്ക് നേരെ വന്ന് സൂപ്രണ്ടാണെന്ന് കരുതി ഡോക്ടർ വിപിന്റെ മുറിയിലേക്ക് കയറി തലയ്ക്ക് ആക്രമിക്കുകയുമായിരുന്നു. ഒരു തലയോട്ടി പൊട്ടുന്ന രീതിയിൽ ഉള്ളൊരു ആക്രമണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത്രയും തീവ്രതയുള്ളൊരു ആക്രമണം ആണ് താനും. എന്തായാലും ഒപ്പം തന്നെയാണ് എടുത്തു പറയേണ്ട കാര്യം, അനയ ഓഗസ്റ്റ് 14-ലാണ് സനൂപിന്റെ മകളായ 9 വയസ്സുകാരി അമീബിക് മസ്തിഷ്ക ജ്വരം ബാധിച്ച് മരിക്കുന്നത്. കുട്ടിയുടെ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് ഇതുവരെ ലഭ്യമാവുകയും ചെയ്തിട്ടില്ല. രാസപരിശോധനാ ഫലം വൈകുന്നതാണ് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട്, അന്തിമ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടും വൈകാൻ കാരണമെന്നാണ് ആരോഗ്യ വിഭാഗവും ഒപ്പം പോലീസും അറിയിക്കുന്നത്. ശരി, രാഹുൽ KV ആണ് വിവരങ്ങൾ നൽകിയത്.